ഹലോ ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഐഷു ആദി എല്ലാവരും എണീച്ചു. ഞാൻ ഫുള്ള് ഡ്രസ്സൊക്കെ മാറ്റി സാധാരണ പോലെ ഇറങ്ങാൻ പോവാണ്. ഇവരൊക്കെ ഇപ്പൊ എണീച്ചിട്ടേ ഉള്ളൂ. ഇത് ആദിക്കുട്ടാ, ഒരു ഹായ് പറ, ടാറ്റ കൊടുക്ക്. ടാറ്റ. അപ്പോൾ എല്ലാ ദിവസവും പോലെ കാഴ്ചകൾ കാണാം. ഓക്കെ ഐഷു, ഓണായിട്ട് എന്താ പരിപാടി? ഓണം ഇടണോ? ഓണം ഇടണം ഐഷു പറയുന്നേ. ഓണത്തിന് പൂക്കൾ ഇടണം ഉദ്ദേശിച്ചത് കേട്ടോ. ആദ്യം മരം കയറുന്ന പോലെ കയറുന്നുണ്ട്. മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. രാവിലെ എണീച്ച അടുത്ത് എന്ത് കുരുത്തക്കേട് ഒപ്പിക്കുന്നതാണ് അവന്റെ ചിന്താഗതി. കണ്ടാ, അതിന്റെ മുകളിൽ കയറി. എന്താണ് പരിപാടി? അത് എടുക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഹായ് ഹായ് പറ, ഒരു പാട്ട് പാടാ. അത് പള്ളിയിലാണ് ജുമ നിസ്കരിക്കാൻ വേണ്ടി പോയത്. പോകുന്ന വഴി ഞാൻ ഒരു വെറൈറ്റി പിടിച്ചു. ബിസ്ലേരിയിലൂടെ ഒരു യാത്രയാണ് ചെയ്തത്. ബിസ്ലേരി എന്ന് പറയുകയാണെങ്കിൽ വയൽവരങ്ങളും മലകളും കൊണ്ട് നിറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ബിസ്ലേരി. ഇവിടെ നമ്മുടെ പക്കൽ കുറെ പ്രോപ്പർട്ടികളുണ്ട് വിൽക്കാൻ. അപ്പൊ താല്പര്യമുള്ളത്, ഈ ഏരിയ താല്പര്യമുള്ളവർ എന്താക്കുക, എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്തോളൂ. പ്രോപ്പർട്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ വിട്ടുതരാം. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരിടമാണ് ബിസ്ലേരി, ഒന്നും പറയാനില്ല. പിന്നെ അതേപോലെ തന്നെ കാട്ടിക്കുളം എത്തുന്നതിനുള്ള മുമ്പിലുള്ള ഒരു ഏരിയ ആണ്. ഈ വ്യൂവില് കാറിങ്ങോട് ഫ്രണ്ടേജും നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് കൊടുക്കുക. അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, അടിപൊളി ഒരു പ്രോപ്പർട്ടി തരാം. ഞാൻ അങ്ങനെ കാട്ടിക്കുളം ടൗൺ എത്തി. കാട്ടിക്കുളം ടൗൺ കഴിഞ്ഞിട്ടാണ് ബാവലി പള്ളി എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളില് ഒരു ചെറിയൊരു ഗ്രാമം. അവിടെ മനോഹരമായ ഒരു പള്ളി, പിന്നെ ഒരു മക്ബറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ അവിടെ അധികം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് ഞാൻ ചുമ്മാ നിസ്കരിക്കാറുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് അവിടെ പോകുന്നത് തന്നെ. കാരണം കാടും അതൊക്കെ താണ്ടി നമ്മൾ പള്ളിയിലേക്ക് എത്തുമ്പോൾ അതിമനോഹരമായ ഒരു വൈബാണ് കിട്ടുക. അങ്ങനെ ഞാൻ പള്ളിയിലെത്തി. ബാവലി മസ്ജിദിലെത്തി. സുഹൃത്തുക്കളെ, വണ്ടി മെല്ലെ സൈഡാക്കണം, നല്ല തിരക്കുണ്ട്, കാര്യങ്ങളുണ്ട്. വണ്ടി മെല്ലെ ഞാൻ ഒതുക്കിയിട്ടു. അങ്ങനെ പള്ളിയിലേക്ക് കയറി. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാൻ മെല്ലെ വണ്ടി എടുത്തിട്ട് മെല്ലെ ഞാൻ പോയെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് കൊടുക്കാൻ. എവിടെയാന്ന് വെച്ചാൽ പനവല്ലി റോട്ടില് കോഫി ലാൻഡാണ്. 28 ഏക്കർ, 15 ഏക്കർ, 10 ഏക്കർ, അങ്ങനെ താരങ്ങളോട് ഫ്രണ്ടേജ് 3-4-5 ലാൻഡ്, വെൽ മെയിൻറ്റൈൻഡ് കോഫി ലാൻഡ് ഉണ്ട് കൊടുക്കാൻ. അപ്പൊ ഇതും വേണമെങ്കിൽ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, ഹൈവേ ഫ്രണ്ടേജ് പ്രോപ്പർട്ടി താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളി, കോണ്ടാക്ട് ചെയ്യുക. ഈ മനോഹരമായ കോഫി ലാൻഡാണ്, വെൽ മെയിൻറ്റൈൻഡ്, നല്ല ആനുവൽ ഇൻകം കിട്ടുന്ന അടിപൊളി പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളെ, ഞാൻ കാട്ടിക്കുളം വീണ്ടും തിരിച്ചെത്തിയിട്ട് നല്ലൊരു കാലി പൊറോട്ടി, ഒരു ചായ, ഒന്നും പറയാനില്ല. അങ്ങനെ വീണ്ടും ഞാൻ എന്താക്കി, നമ്മളൊരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട് മൂപ്പര വീട്ടിലേക്ക് ഞാൻ എല്ലാവരും. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വേഗം കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റ് അവിടെ നിന്നു, ചെറിയൊരു മീറ്റിംഗ്. പിന്നെ ഞാൻ എന്താക്കി, ഒരു ഫിലിമിന് കയറി. ഏതാ മൂവി? ലോക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ കൂടുതൽ വീഡിയോക്ക് വേണ്ടി ഫോളോ ചെയ്തോളി. ഓക്കെ, ബൈ.